ഡിഫിക്കൽട്ട് പ്രഗ്നൻസി ആണെന്നുണ്ടെങ്കിലും കഴിഞ്ഞതിന് ശേഷം മിക്ക സ്ത്രീകൾക്കും PCOD തുടങ്ങിയ അസുഖങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ കേരളത്തിൽ വളരെ കോമൺ ആണ്. ഫസ്റ്റ് പ്രഗ്നൻസി ഡെലിവറി കഴിഞ്ഞതിന് ശേഷമായിരിക്കും PCODയുടെ സ്റ്റാർട്ടിങ് തുടങ്ങുകയും. പക്ഷെ അതിന് മുന്നേ ഉള്ളവരുണ്ട്. അതിന് മുന്നിലുള്ളവരുടെ പ്രശ്നം വേറെയാണ്. കാരണം എന്താ വെച്ചാൽ ഓൾറെഡി ദേ ഹാവ് ടേക്കൺ ദി ഇമോഷൻസ് ഫ്രം ദ സൈഡ്. പിന്നെ ഫിസിയോളജിക്കൽ കണ്ടീഷൻസ് കൊണ്ട്, ഹോർമോൺ ചേഞ്ചസ് കൊണ്ട് PCOD ഉണ്ടാകുന്ന കണ്ടീഷൻസ് ഉണ്ട്. അതുമല്ലാതെ ഇമോഷണലി ഉണ്ടാകുന്ന ഇഷ്യൂ കൊണ്ട് PCOD ഉണ്ടാകുന്ന സ്ത്രീകളുണ്ട്. എവറിഥിങ് കണക്ട്സ് വിത്ത് ഇമോഷൻസ്. അപ്പോൾ ആ ഇമോഷണൽ വെൽബീയിങ് നമ്മൾ എപ്പോൾ തുടങ്ങുന്നു അപ്പോൾ ഒരു ഹാപ്പി ആകും. ഇപ്പോൾ ഈ പ്രഗ്നൻസി കഴിഞ്ഞതിന് ശേഷം അപ്പോൾ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ്, PTSD പോലെ കണ്ടീഷൻസ് ഉണ്ടാകാം, അല്ലെങ്കിൽ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ. അപ്പം അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ അറിയില്ല ആൾക്കാർ. പോസ്റ്റ് പാർട്ടം ഡിപ്രഷനിലാണോ ആ സ്ത്രീ എന്നറിയില്ല, അല്ലെങ്കിൽ അമ്മ എന്നറിയില്ല, ഭാര്യ എന്നറിയില്ല, മകൾ എന്നറിയില്ല. കാരണം അവർക്ക് പെട്ടെന്ന് ഇമോഷണൽ ഔട്ട് ബ്രേക്ക് ഉണ്ടാകും. സ്വിച്ചിങ് ഇമോഷൻസ് ആയിരിക്കും. പെട്ടെന്ന് അങ്ങ് ദേഷ്യം കയറി വരും. അത് കഴിയുമ്പോൾ ഭയങ്കര കുറ്റബോധം തോന്നും. പിന്നെ അത് ഡൗൺ ആവും. ആ സമയത്ത് സങ്കടം വരും.